നാടിനെ നടുക്കിയ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശിക്ഷാ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുമായി കൗമാര സംഘം ആസൂത്രണം ചെയ്ത് നിർണായക പ്ലാനുകൾ പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണമായും തകർന്നു. കൃത്യത്തിന് ശേഷം പിടിയിലായാൽ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ ഉത്തരങ്ങൾ നൽകണമെന്നും എങ്ങനെയൊക്കെ ആൽബി ഉണ്ടാക്കണമെന്നും 4 പേരും മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം പിടിയിലായാൽ ഉന്നയിക്കേണ്ട വ്യാജ ന്യായങ്ങൾ പ്രതികൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അവൾക്ക് അടിയന്തരമായി മരുന്ന് വാങ്ങി നൽകുന്നതിനാണ് ഹരിപ്പാട് എത്തിയതെന്നും പോലീസിനോട് പറയാനായിരുന്നു ഇവരുടെ തീരുമാനം. മാത്രമല്ല, തങ്ങൾക്ക് എല്ലാവരും പ്രായപൂർത്തിയാകാത്തതിനാൽ നിയമപരമായി വലിയ രീതിയിലുള്ള ശിക്ഷകളൊന്നും ലഭിക്കില്ലെന്ന് 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി മറ്റ് 3 ആൺ സുഹൃത്തുക്കളെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതികളുടെ മൊബൈൽ ഫോൺ സന്ദേശങ്ങളും കോൾ വിവരങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് ഇവരുടെ തന്ത്രങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നത്. കൊലപാതകത്തിന് പിന്നിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടിയാണെന്ന് വ്യക്തമായിരുന്നിട്ടും കേസിലെ മറ്റുള്ളവരെ കുടുക്കുന്നത് വരെ വളരെ തന്ത്രപരമായാണ് അന്വേഷണ സംഘം നീങ്ങിയത്. പെൺകുട്ടിയെ സംശയിക്കുന്നതായി യാതൊരു സൂചനയും നൽകാതെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അവളെ നിരന്തരം നിരീക്ഷിച്ചു പോന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച ബന്ധുവിന് കൂട്ടിരിക്കാൻ പെൺകുട്ടി എത്തിയപ്പോഴും പോലീസ് വാർഡിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പെൺകുട്ടിയുടെ ഫോൺ വിളികളും കൂട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും അടിസ്ഥാനമാക്കി കൊല്ലം പരവൂരിലുള്ള ആൺ സുഹൃത്തുക്കളെ പോലീസ് വേഗത്തിൽ തിരിച്ചറിഞ്ഞു. തുടർന്ന് കേസിലെ 1ാം പ്രതിയായ +2 വിദ്യാർത്ഥിയെ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടി കുറ്റം സമ്മതിച്ചതായി തെറ്റിദ്ധരിപ്പിച്ചാണ് പോലീസ് ഇയാളെ സമീപിച്ചത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് പിടികൂടിയതോടെ ഇയാൾ വിവരങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മാറ്റി നിർത്തി ചോദ്യം ചെയ്തതോടെ പെൺകുട്ടിയും തന്റെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. 14 വയസ്സുകാരിയായ പെൺകുട്ടിയും 18 വയസ്സ് തികയാത്ത 3 ആൺ സുഹൃത്തുക്കളുമാണ് ഈ ക്രൂരമായ കൃത്യം ആസൂത്രണം ചെയ്തത്. കൊല്ലപ്പെട്ട ശിവൻകുട്ടി ചെട്ടിയാരിൽ നിന്ന് സ്വർണം കൈക്കലാക്കുക എന്നതിനൊപ്പം വ്യക്തിപരമായ പകയും കൊലപാതകത്തിന് കാരണമായി. തന്നോട് ശിവൻകുട്ടി മോശമായി പെരുമാറിയതായി പെൺകുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. മാതാപിതാക്കൾ പിരിഞ്ഞു ജീവിക്കുന്ന പെൺകുട്ടി മുമ്പും വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. മുൻപ് അത്തരം സാഹചര്യങ്ങളിൽ പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തുകയും ആലപ്പുഴയിലെ സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിൽ താമസിക്കുകയും ചെയ്തിരുന്നു. പോലീസ് സംഘത്തിന്റെ ദ്രുതഗതിയിലുള്ള അന്വേഷണവും ഡിജിറ്റൽ തെളിവുകളുടെ കൃത്യമായ ശേഖരണവുമാണ് കുറ്റമറ്റ രീതിയിൽ ആസൂത്രണം ചെയ്ത കേസിൽ പ്രതികളായ കൗമാരക്കാരെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചത്.